വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കളർഫുൾ ലെമൺ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള ഫുഡ് കളറും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി നമ്മൾ ഫസ്റ്റ് പഞ്ചസാര ലായനിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഇഞ്ചി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചതച്ചിട്ട് ഒഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഇങ്ങനെ ഇടുമ്പോഴായിരിക്കും. അപ്പോൾ 1 കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. നമുക്ക് ജസ്റ്റ് ഇതുമാതിരി ഒന്ന് പഞ്ചസാര അലിയിച്ചെടുത്താൽ മാത്രം മതി. ഭയങ്കരമായിട്ട് തിളക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ അലിയിച്ചെടുത്തതിന് ശേഷം നമ്മളിത് തണിയാൻ വേണ്ടി വെക്കുകയാണ്. തണിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം എടുത്തത് പുതിനയിലയാണ്. അത് മിക്സിയിലിട്ട് നന്നായി അരിച്ചെടുത്തതാണിത്. ഇത് ബീട്രൂട്ടാണ് നമ്മൾ റെഡ് കളറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓറഞ്ച് കളറിന് വേണ്ടിയിട്ട് ക്യാരറ്റും, പിന്നെ ഈ ബ്ലൂ കളർ നമ്മൾ ശംഖുപുഷ്പമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 2 വലിയ ചെറുനാരങ്ങയുടെ നീരാണിത്. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, അല്ലാണ്ട് തന്നെയുള്ള നീരാണിത്. അപ്പോൾ നമുക്ക് ബ്ലൂ കളർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി കുറച്ച് വെള്ളത്തിൽ നമ്മൾ ശംഖുപുഷ്പം 1-2 ശംഖുപുഷ്പം ഇട്ട് നന്നായി തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ കളർ നമുക്ക് കിട്ടും. നമ്മളിത് ഇവിടെ 4 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുകയാണ്. അതേമാതിരി തന്നെ ചെറുനാരങ്ങ നമ്മൾ റൗണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ 4 ഗ്ലാസ്സിലായി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെറുതെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ്സ് തണുപ്പ് ഇഷ്ടമുള്ളത് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. നമ്മളിവിടെ ഐസ് ക്യൂബ്സും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാര ലായനിയാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചായി ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. മധുരം കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ലെമൺ ജ്യൂസാണിത്. അപ്പം അതും നമ്മൾ കുറച്ചായി 4 ഗ്ലാസ്സിലായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കളേഴ്സ് ആഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പുതിന ഇട്ട ഗ്ലാസ്സിലേക്ക് പുതിനയുടെ നീര് തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തത് ബീട്രൂട്ട് ജ്യൂസും, നെക്സ്റ്റ് ഗ്ലാസ്സിലേക്ക് ക്യാരറ്റ് ജ്യൂസും, പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറോ തണുത്ത വെള്ളമോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് തണുത്ത വെള്ളം യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഫുഡ് കളറൊന്നും തന്നെ യൂസ് ചെയ്യാത്ത നമ്മുടെ കളർഫുൾ ലെമൺ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.